എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അമ്മയുടെ ഒരിസത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ വന്നതാണ്. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ഈ നടയിൽ നിന്ന് തന്നെ നിങ്ങൾ ഇന്ന് കർക്കിടക വാവാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഗുരുവായൂർ ഒരുപാട് തിരക്കാവും എന്നാ കരുതിയത്. പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരുണ്ടായ അനുഭവം പ്രാർത്ഥനയായിരുന്നു. അവിടെ ഉള്ളിൽ ഇരുന്നിട്ട് നമോ നാരായണ ബുക്ക് എഴുതണമെന്ന്, ബാക്കി കുറച്ച് ഇവിടെ ഇരുന്ന് എഴുതാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ഉള്ളിലിരിക്കാൻ പറ്റും, ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. കാരണം കർക്കിടകത്തിന്റെ തിരക്കായതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഉള്ളിൽ കയറാൻ പറ്റി. അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് എഴുതി ഇരിക്കാൻ പറ്റി. വലിയ സന്തോഷം. പിന്നെ അത് മാത്രമല്ല, അവിടെയും തിരുമേനിനെ ഒരുപാട് തിരുമേനിനെ എനിക്ക് ഇതിനുള്ളിൽ പരിചയമുണ്ട്. അപ്പം അത് തിരുമേനിയായിട്ട് പരിചയപ്പെടാൻ പറ്റുകയും ആ തിരുമേനി ഞങ്ങളോട് അമ്പലത്തിനുള്ളിലത്തെ താമരക്കടലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ചു. അതുകൂടാതെ തന്നെ ഭഗവാനെ ചാർത്തിയ കളഭം, ആ കളഭം ഞങ്ങൾക്ക് കണ്ട് അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഞാൻ തൊട്ട് കൊടുത്തു. അവര് എന്റെ മകളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതൊക്കെ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. കാരണം അവിടെ ഉള്ളിൽ നിന്ന് അങ്ങനെ എഴുതാൻ പറ്റുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം സാധിച്ചു. ഭയങ്കര സന്തോഷം. അത് മാത്രമല്ല, പ്രസാദോട്ടും അതിനുള്ളിൽ തന്നെ നിവേദ്യം കൊടുക്കുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വരുന്ന ഒരാളാണ് ഞാൻ, പക്ഷെ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പൊ നിവേദ്യത്തിന്റെ ആ ലൈനിലേക്ക് നിന്ന് ഞാനും മോളും അവിടെ എത്തുമ്പോഴേക്കും നിവേദ്യം കഴിയുകയും പക്ഷെ അതിനുള്ളിൽ കുറച്ച് ഞങ്ങൾക്ക് എടുത്ത് തരികയും ചെയ്തു. അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ടും ഭഗവാനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാത്ത ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂരിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്.